കേരളത്തിലെ ബ്ലേഡ് മാഫിയയ്ക്കെതിരെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാർ പുറപ്പെടുവിച്ച കുബേര എന്ന നിയമമാണ് ഞങ്ങൾക്ക് ഈ ഷോർട്ട് ഫിലിം ചെയ്യാൻ ധൈര്യം പകർന്നത്. അദ്ദേഹം കുബേര എന്ന നിയമം കൊണ്ടുവന്നതിന് 1000 നന്ദി അർപ്പിക്കുന്നു. ആഹാ വാ വാ വാ. ചോദിച്ചാ ഇത് എന്തൊക്കെയാ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്? ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. നീ ആദ്യം ഒന്ന് റിലാക്സ് ചെയ്യടാ. അരെ ചോട്ടു സബ്കാ ദം. ഹാ ഫിർ നിക്കൽ ജാ. എന്തായാലും നീ തട്ടിക്കൊണ്ടുവന്ന ആളുടെ വേഷം കൊള്ളാലോടാ. ആള് സ്മാർട്ടാണല്ലോ. ഈ കാണുന്ന സ്മാർട്ട്നെസ് ഒക്കെ ഉള്ളൂ, ആളൊരു ശുദ്ധ പാവ. അപ്പൊ ശരി. വിഷ്ണു ഒരു കാര്യം വന്നേ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. എൻ്റെ കാര്യം മൊത്തം ഒരു റോളിംഗ് ആണെന്ന് നിനക്കറിയാലോ. പിന്നെ കണ്ണൻചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് കാശ് മുഴുവൻ മറിച്ചേക്കണേ. നമുക്ക് ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി ഒന്ന് പോയി കാണാം. വീടിൻ്റെ കാര്യങ്ങൾക്ക് ഒരു 60 ലക്ഷവും പിന്നെ ഫർണിച്ചർ വാങ്ങിച്ചതിനുള്ള കാശ് വേറെയും. ജോയിച്ചൻ പേടിക്കണ്ട, ഇൻട്രസ്റ്റ് ഒക്കെ ഞാൻ കൃത്യമായിട്ട് തരാം. ബാങ്ക് ലോണിൻ്റെ കാര്യം നീ ഒന്ന് പെട്ടെന്ന് ശരിയാക്കണം കേട്ടോ. ഇൻട്രസ്റ്റ് തെറ്റിയാൽ കണ്ണൻചേട്ടൻ്റെ കാര്യം അറിയാലോ. ജോയിച്ചനറിയാലോ എൻ്റെ കാര്യങ്ങൾ. ഫർണിച്ചറൊക്കെ ഇത്രയധികം വേണ്ടായിരുന്നു. ഹേയ് അതൊന്നും സാരല്ലടാ. ഇതൊക്കെ ഇപ്പോഴില്ലെങ്കിൽ പിന്നെ എന്നാ. ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങ് അടഞ്ഞു പോവും. നീ ധൈര്യമായിട്ടിരിക്ക. ശരിയെന്നാ നീ ചെല്ലടാ. ജോയിച്ചൻ എന്താ പറഞ്ഞേ? നിന്നോട് പറയണ്ടെന്നാ പറഞ്ഞേ, പക്ഷേ പറയാതിരുന്നാ ശരിയാവില്ല. എന്നെ ടെൻഷൻ എടുപ്പിക്കാണ്ട് കാര്യം പറ വിഷ്ണു. ഹേയ് പേടിക്കാനൊന്നുമില്ല. 2 വർഷം മുമ്പ് ഈ വീട്ടിൽ താമസിച്ചിരുന്നാരോ ഇവിടെ സൂയിസൈഡ് ചെയ്യുന്നോ മറ്റോ. ആണോ? നീ എന്തിനാ പേടിക്കുന്നേ? ഏതോ ഒരു തങ്ങളോയി തന്ന ഏലസിന്റെ അരയിലില്ലേ, നോക്കണോ? വിഷ്ണു കുറച്ചു ദിവസമായില്ലേ കോഫി ഷോപ്പിലേക്ക് പോയിട്ട്. ഞാൻ ഒന്ന് തല കാണിച്ചിട്ട് വരാം. വൈകിട്ട് നമുക്കൊന്ന് പുറത്തു പോകണം. എങ്ങോട്ടാ? അത് ഞാൻ വന്നിട്ട് പറയാം. ഇത് നമ്മുടെയാണോ? എങ്ങനെയുണ്ട്? എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ ഇറങ്ങി വന്നോളാ നീ. നിനക്ക് നഷ്ടമായതൊക്കെ ഞാൻ തിരിച്ചു തരും. നിന്റെ വാപ്പ, ഉമ്മ, വീട് എല്ലാം ഞാൻ തിരിച്ചു തരും. അവരറിയട്ടെ നമ്മളിവിടെ സന്തോഷമായിട്ട് കഴിയുന്നതെന്ന്. എനിക്ക് ഉറപ്പാണ് എല്ലാവരും നമ്മളെ സ്വീകരിക്കും.
ആ ചോദിച്ച വരൂ. ഇഷ, വിഷ്ണു ഇല്ലേ? വിഷ്ണു ഇവിടെ ഇല്ല. ജോയിച്ചൻ വിളിച്ചില്ലേ? ഞാൻ വിളിച്ചിട്ടോ ഫോൺ എടുക്കുന്നില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താന്നറിയില്ല, കുറച്ചു ദിവസമായി ഒരു മൂഡ് ഔട്ടാണ്. ഷേ, അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ പോരെ? ആ, ഏതായാലും അവൻ വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. പറയാം. കുടിക്കാൻ എന്തെങ്കിലും? ഏയ്, ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. വിളിക്കാൻ പറയുന്ന കാര്യം മറക്കണ്ട കേട്ടോ. നമ്മുടെ ജീവിതം തുടങ്ങിയിട്ട് എത്ര നാളായി? ഇതുവരെയും ഒരാൾ പോലും നമ്മളെ വിളിച്ചില്ല. ആകെയുള്ളത് ജോയിച്ചനാലേ. എന്തു പറ്റി? കുറച്ചു ദിവസമായി ആകെ ഒരു ഗ്ലൂമിയാണല്ലോ. എന്താ പറ്റി വിഷ്ണു? ഏയ്, ഒന്നുമില്ല. വാ, നമുക്ക് കിടക്കാം. എന്താടാ വിഷ്ണു, ഇന്നിവിടെ ആളൊന്നുമില്ലേ? ഇന്ന് നേരത്തെ എടുത്ത് ചോദിച്ചാ. നീ എന്താ വിളിച്ചിട്ട് ഫോണൊന്നും എടുക്കാത്ത? ഇത് ശരിയാവൂല കേട്ടോ. ചോദിച്ചാ മനഃപൂർവ്വമല്ല. ഹോട്ടലാണേ പഴയ പോലെ ആളൊന്നുമില്ല. എൻ്റെ കാർ ഞാൻ വിറ്റു. 2 ദിവസത്തിനകം കാശ് കിട്ടും. അപ്പം ഞാൻ സെറ്റിൽ ചെയ്യാം. നീ എന്താ ഈ പറയുന്നേ? അതുകൊണ്ട് എന്താവാനാ? കണ്ണൻ ചേട്ടൻ പറ. വിഷ്ണു, നിന്റെ വീട് നമുക്ക് കച്ചവടമാക്കാം. ഈ പുള്ളിക്കാർ റെഡി ക്യാഷ് എടുക്കാൻ തയ്യാറാ. നാളെ രാവിലെ നിനക്കൊരു 30 ലക്ഷം അങ്ങോട്ട് തരും. പിന്നെ ബാക്കി നിനക്ക് നോക്കി നടത്തിയാൽ മതിയല്ലോ. ചോദിച്ചാ 60 ലക്ഷത്തിന് വാങ്ങിയിട്ട് കുറച്ച് നാളിലായുള്ളൂ. എടാ, തൽക്കാലം നീ നടത്തി കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ നോക്ക്. ചോദിച്ചാ ഇനി ഒന്നും പറയണ്ട. നാളെ ഞങ്ങൾ രജിസ്ട്രേഷൻ നടത്തും. നീ അങ്ങ് വന്നേക്കണം. കണ്ണൻ ചേട്ടാ, നമുക്ക് പോവാം. ആ, പോ. Number you have called has been temporarily disconnected. ദൈവമേ, എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? എല്ലാവരെയും പോലും നന്നായി ജീവിക്കാൻ ശ്രമിച്ചതോ? എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിച്ചവരും ഞാൻ സഹായം ചോദിച്ചു എന്നവർക്കും പരീക്ഷയുടെ മുഖം മാത്രമായിരുന്നു. അവർ കാരണം എനിക്ക് എല്ലാം നഷ്ടമായി. എന്നെ വിശ്വസിന്റെ കൂടെ പോന്നവൾ ദൈവമേ, ഞാൻ മടുത്തു. വിഷ്ണു, വിഷ്ണു, വിഷ്ണു,
ശ്ശേ, എന്തൊരു ഇരിപ്പാടോ ഇത്. ഇപ്പോൾ 2 മാസമായില്ലേ. ഇനിയിപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള വഴി എന്തെങ്കിലും നോക്കണം. ആ കണ്ണൻ ചേട്ടനാണെങ്കിൽ ആളാകെ പ്രശ്നക്കാരനാണ്. അയാളൊരു തനി ബ്ലേഡാ. പോരാത്തതിന് അവനാണെങ്കിൽ സകലമാന പേപ്പറിലും കയറി ഒപ്പിട്ടും കൊടുത്തിട്ടുണ്ട്. അയാൾ കേസെങ്ങാനും കൊടുത്താൽ അവനില്ലാത്ത സ്ഥിതിക്ക് താനേ കൊടുങ്ങും. നമുക്ക് ഈ കേസും വഴക്കും ചെയ്യലൊന്നും നമ്മളെ കൊണ്ട് പറ്റൂലല്ലോ. തൻ്റെ പേരിലുണ്ട് 2 ചെക്ക്. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനൊരു ചെറിയ വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് വഴി വന്നതാ. ഒരു സിനിമാക്കാരൻ. അയാളുടെ ഒരു ഷോർട്ട് ഫിലിമോ മറ്റോ. ഇല്ല, നല്ല സെറ്റപ്പ് തന്നെ. എനിക്കറിയാവുന്ന ആൾക്കാരാ. ഒരു 50,000 രൂപ കിട്ടും. പിന്നെ ഈ സിനിമാക്കാരെന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, ചെറിയ ചില അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വേണ്ടി വരും. അല്ല, പേടിക്കാനൊന്നുമില്ല. നമ്മളൊക്കെ ഇല്ലേ, നമുക്കിപ്പോൾ കാശല്ലേ ആവശ്യം. ചോദിച്ച പേടിക്കാനൊന്നുമില്ല. ഈ ജയിലിൽ പോയി കിടക്കുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ മോള് അത് ആലോചിച്ചിട്ട് മതി. അപ്പോൾ ശരി. പിന്നെ വരുമ്പോൾ ആ പർദ്ദ ഇട്ടാൽ മതിയേ. ഞാൻ വിളിക്കാം. ബാപ്പച്ചി, ഞാനാ. എനിക്കൊന്നും കേൾക്കണ്ട. നീ കാരണം എൻ്റെ ബന്ധുക്കളും എൻ്റെ സമുദായവും എല്ലാം എനിക്ക് നഷ്ടമായി. ഞാനിപ്പോൾ പുറത്തെ വെളിച്ചം കാണാറില്ല. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. ഇനി എന്നെ വിളിക്കരുത്. ഞാൻ ആദ്യമായി പർദ്ദ ധരിക്കുന്നത് നിന്റെ കൂടെ വരുമ്പോഴാണ്. അന്നെനിക്ക് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് ഈ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കാണ്. ഒരു പ്രതീക്ഷയുമില്ല, സ്വപ്നവുമില്ല. നിന്നെപ്പോലെ ഒരു നിമിഷം കൊണ്ട് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ എനിക്ക് ധൈര്യമില്ല. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, ഇരിക്കേ. ഓ, 50,000 രൂപ കൊടുത്ത് കണ്ണൻ ചേട്ടൻ്റെ ഇൻട്രസ്റ്റ് തൽക്കാലം ഒന്ന് സോൾവ് ചെയ്തു. പിന്നെ ആ സിനിമാക്കാരൻ്റെ ഒരു ഫ്രണ്ട് താല്പര്യം കാണിച്ചിട്ടുണ്ട്. ഒരു 40,000 രൂപ കിട്ടും. നാളെ ജീൻസും ടോപ്പും ഇട്ടാൽ മതി കേട്ടോ. ഒരു കോളേജ് പയ്യനാ. 25,000 രൂപ കിട്ടും. നമ്മുടെ ഇൻട്രസ്റ്റ് ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട്. വിഷ്ണു, ഇന്ന് ഞാൻ തനിച്ചാണ്. നമ്മൾ കണ്ട സ്വപ്നങ്ങളും അതുപോലെ നമ്മളെ സഹായിക്കാൻ എത്തിയവരും എല്ലാം
ഇന്ന് എൻ്റെ ജീവിതത്തെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ജോയിച്ചൻ പറഞ്ഞയച്ച ഒരാൾ വരുന്നുണ്ട്. 10,000 രൂപ തരുമത്രേ. എല്ലാം നിനക്ക് വേണ്ടി മാത്രം. ഞാൻ ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. നാളെ രാവിലെ കണ്ണൻചേട്ടന് 10,000 രൂപ കൊടുക്കണം. ഒരു 3,000 രൂപ വെച്ച് ഞാനൊരു 4 പേരെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവർ നാളെ വരും. ഇതെല്ലാം ഇത്രയും കൂടുതൽ കാശ് കിട്ടുന്ന വേറെ ഏത് ജോലിയാണല്ലേ? എനിക്ക് വേറൊരു വഴിയും തോന്നുന്നില്ല. എന്തായാലും എനിക്ക് മതിയായി. ഇനി കണ്ണൻചേട്ടൻ നേരിട്ട് വിളിച്ചോളും. അപ്പം ശരി. വിഷ്ണു, പലിശക്കാരെ പേടിക്കാതെ നീ സുഖമായി ഉറങ്ങിക്കോ. ഞാൻ ഇന്ന് ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയാ. നാളെ 4 പേര് വരുന്നുണ്ട്. ജോയിച്ചൻ പോയി. ഇനി കണ്ണൻ ചേട്ടൻ വിളിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നേ. എന്റെ പേടിയൊക്കെ മാറിയിട്ടോ.